വിടുതൽ വായിക്കുമ്പോൾ ആ വിടുതലിന്റെ വലിപ്പം വലുതാണ്. ലാസറിന്റെ വീട്ടിൽ യേശുവിനെ മാർത്തയും മറിയയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു. പക്ഷെ യേശു പോയില്ല. 4 ദിവസം താമസിച്ചാ പോയെ. എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് യേശു ചെന്നേ. ഏർലി പോയില്ല, നേരത്തെ പോയില്ല, ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. പക്ഷേ മരിച്ചുപോയി, ലേറ്റായി പോയി, യേശു വരാൻ വൈകിപ്പോയി. 4 ദിവസം താമസിച്ച കർത്താവ് ചെല്ലുന്നത്. അവിടെ എന്തോ സംഭവിച്ച? മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്നതാണോ അത്ഭുതം, അതോ പനി പിടിച്ച് കിടന്നവനെ എഴുന്നേപ്പിച്ച് വിടുന്നതാണോ അത്ഭുതം? അതും അത്ഭുതമാണ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെ മഹത്വമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, കർത്താവ് ഇച്ചിരി ലേറ്റായിട്ട് ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വെളിപ്പെട്ടത്. മാർത്തയോടും മറിയോടും യേശു അത് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ ഇന്ന് കാണുന്ന കുടുംബങ്ങളോട് എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട്, ഒത്തിരി ലേറ്റ് ആകുന്നു, ഡിലേ ആകുന്നു, കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നു, നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടാൻ. പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത്. ലാസറിന്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു, സൗഖ്യമായെന്നല്ല. എൻ്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു, എന്നാൽ അവൻ്റെ പേര് വിളിച്ച് യേശു ഉയർപ്പിച്ചു പുറത്തു. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.